അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തനത്തിന് പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. സുക്കൂനുള്ള നൂനും ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ വന്നാൽ ഓപ്ഷൻസ് ഇൽഹാർ ചെയ്യണം, ഇദ്ഗാം ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള നൂനിന് ശേഷം ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം വന്നാൽ നമുക്കറിയാം അവിടെ ഇദ്ഗാമാണ് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരേ കലിമത്തിൽ വന്നാൽ അതാണ് ഇവിടെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്. ഒരേ കലിമത്തിൽ വന്നാൽ അവിടെ വിധി ഇൽഹാറാണ്. 2. സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും ഇഖ്ഫാ ചെയ്യുന്ന ഹർഫുകൾ ഓപ്ഷൻസ് 4, 10, 15. അറബി അക്ഷരങ്ങൾ മൊത്തം എത്രയുണ്ട്? 29. അതിൽ ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങൾ, ഇദ്ഗാമും ബിഗുന്നയുടെ 4 അക്ഷരങ്ങൾ, ഇദ്ഗാമും ബിലാ ഗുന്നയുടെ 2 അക്ഷരങ്ങൾ, ഇഖ്ലാബിൻ്റെ 1 അക്ഷരം. ഈ 14 അക്ഷരങ്ങൾ 29 അക്ഷരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള 15 അക്ഷരങ്ങളും ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ശരിയുത്തരം ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷൻ 15. 3. ഇദ്ഗാമും ബിലാ ഗുന്നയുടെ ഉദാഹരണം ഓപ്ഷൻസ് മിൻ വാലിൻ മിർ റബ്ബിഹിം ലൻ യഖ്ദിർ. ശരിയുത്തരം രണ്ടാമത്തെ ഓപ്ഷൻ മിർ റബ്ബിഹിം. ബാക്കിയുള്ള 2 ഓപ്ഷനും ഇദ്ഗാമും ബിഗുന്നയുടെ ഉദാഹരണങ്ങളാണ്. 4. മിൻ ബഖിയ സാക്കിനായ നൂനിൻ്റെ നിയമം ഓപ്ഷൻസ് ഇഖ്ലാബ്, ഇഖ്ഫാ, ഇദ്ഗാം. അവിടെ സാക്കിനായ നൂനിന് ശേഷം ബാ വന്നിരിക്കുന്നു. അപ്പോൾ വിധി എന്താണ്? ഇഖ്ലാബാണ്. ശരിയുത്തരം ഇഖ്ലാബ്. 5. ഉലൈക ഹും ഖൈറുൽ ബരിയ്യ സാക്കിനായ മീമിൻ്റെ നിയമം ഓപ്ഷൻസ് ഇഖ്ഫാ, ഇൽഹാർ, ഇദ്ഗാം. ഹും ഖൈറു. അവിടെ സാക്കിനായ മീമിന് ശേഷം ഏത് അക്ഷരമാണ് വന്നിരിക്കുന്നത്? ഖ ആണ്. സാക്കിനായ മീമിന് മൊത്തം 3 വിധികളുണ്ട്: ഇൽഹാർ, ഇദ്ഗാം, ഇഖ്ഫാ. ആ സാക്കിനായ മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം, ബാ വന്നാൽ ഇഖ്ഫാ. ഈ 2 അക്ഷരങ്ങൾ ഒഴികെ ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും അവിടെ വിധി ഇൽഹാറാണ്. അപ്പോൾ ശരി ഉത്തരം രണ്ടാമത്തെ ഓപ്ഷൻ ഇൽഹാർ. 6. ഓത്ത് നിർത്തൽ ഏറ്റവും നല്ലത് എന്നതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഓപ്ഷൻസ് ജീം, സ്വില, ഖില. ശരി ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ ഖില. 7. സാക്കിനായ മീമിനെ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം ഓപ്ഷൻസ് ഖബ്ലഹും മിൻ ഖർനിൻ അലൈഹിം ബിമുസൈതിർ ഐമാനുഹും ജുന്ന. ശരി ഉത്തരം ഒന്നാമത്തെ ഓപ്ഷൻ. അവിടെയാണ് സാക്കിനായ മീമിന് ശേഷം മീം വന്നിരിക്കുന്നത്. ഖബ്ലഹും മിൻ ഖർനിൻ. 8. മുസ്ഹഫിൽ ഇഖ്ലാബിനെ സൂചിപ്പിക്കുന്ന അടയാളം ഓപ്ഷൻസ് ജീം, മീം, സീൻ. ശരി ഉത്തരം രണ്ടാമത്തെ ഓപ്ഷൻ മീം. 9. വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ സുക്കൂനുള്ള മീമിനെ ഓപ്ഷൻസ് ഇൽഹാർ ചെയ്യണം, ഇദ്ഗാം ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം. ഇപ്പോഴാണ് പറഞ്ഞത് സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ അവിടെ വിധി എന്താണ്? ഇഖ്ഫാ ആണ്. അപ്പോൾ ശരി ഉത്തരം മൂന്നാമത്തെ ഓപ്ഷൻ ഇഖ്ഫാ ചെയ്യണം. 10. ഇൽഹാർ മുത്തലഖിന് ഉദാഹരണം ഓപ്ഷൻസ് ബുൻയാനുൻ, മൻ യഖൂൽ.
നുഖ്രിജു മിൻഹും. ശരി ഉത്തരം ഒന്നാമത്തെ ഓപ്ഷൻ ബുന്യാനുൻ. അടുത്ത പ്രവർത്തനം ചേറും പഠിച്ചേർക്കുക. 11 ഖൗമൻ ബൂറ. 12 യൗമൻ സഖീല. 13 ജസാഅൻ വിഫാഖ. 14 നസ്സാഅത്തൻ ലിശ്ശവ. ഇപ്പുറത്ത് നോക്കൂ. എ ഇദ്ഗാമുൻ ബിഗുന്ന, ബി ഇഖ്ലാബ്, സി ഇദ്ഗാമുൻ ബിലാ ഗുന്ന, ഡി ഇഖ്ഫാ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 11 ഖൗമൻ ബൂറ. തൻവീനിന് ശേഷം ബാ വന്നിരിക്കുന്നു. ശരിയായ ഉത്തരം ബി ഇഖ്ലാബ്. 12 യൗമൻ സഖീല. ഇവിടെ തൻവീനിന് ശേഷം സാ വന്നിരിക്കുന്നു. വിധി എന്താണ്? ഇഖ്ഫാ ആണ്. ശരി ഉത്തരം ഡി ഇഖ്ഫാ. 13 ജസാഅൻ വിഫാഖ. തൻവീനിന് ശേഷം വാവ് വന്നിരിക്കുന്നു. വിധി എന്താണ്? ഇദ്ഗാമുൻ ബിഗുന്നയാണ്. ശരി ഉത്തരം എ ഇദ്ഗാമുൻ ബിഗുന്ന. 14 നസ്സാഅത്തൻ ലിശ്ശവ. ഇവിടെ തൻവീനിന് ശേഷം ലാം വന്നിരിക്കുന്നു. വിധി ഇദ്ഗാമുൻ ബിലാ ഗുന്നയാണ്. ശരി ഉത്തരം സി ബി ഡി എ സി. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 15 സാക്കിനായ മീമിന് ശേഷം ഡാഷ് വന്നാൽ ഇഖ്ഫാ ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ബാ. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ചെയ്യണം. 16 സാക്കിനായ നൂനും ഇദ്ഗാമുൻ ബിഗുന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നാൽ ഡാഷ് എന്ന് പറയുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇൽഹാർ മുത്ലഖ്. സാക്കിനായ നൂനും ഇദ്ഗാമുൻ ബിഗുന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നാൽ ഇൽഹാർ മുത്ലഖ് എന്ന് പറയുന്നു. 17 സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഡാഷ് എന്നീ ഹർഫുകൾ വന്നാൽ ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ലാം റാ. സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാം റാ എന്നീ ഹർഫുകൾ വന്നാൽ ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യണം. 18 വഹും ഫീഹാ ഖാലിദൂൻ എന്നതിൽ സുക്കൂനുള്ള മീമിനെ ഡാഷ് ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇൽഹാർ. കാരണം അവിടെ സാക്കിനായ മീമിന് ശേഷം ഫാ വന്നിരിക്കുന്നു. 19 ഇലൽ ഇബിലി എന്നതിൽ സുക്കൂനുള്ള ലാമിന് ശേഷം വന്ന ഡാഷിനെ ശ്രദ്ധിച്ച് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഹംസയെ. ഇലൽ ഇബിലി എന്നതിൽ സുക്കൂനുള്ള ലാമിന് ശേഷം വന്ന ഹംസയെ ശ്രദ്ധിച്ച് ഓതണം. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 20 ഇഖ്ലാബിൻ്റെ ഹർഫ്. ഉത്തരം ബാ. 21 ചേർത്തി ഓതലാണ് നല്ലത് എന്നതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം. ഉത്തരം സ്വീല. 22 മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിലെ തൻവീനിൻ്റെ ഹുക്കും. ഉത്തരം ഇദ്ഗാമുൻ ബിലാ ഗുന്ന. കാരണം അവിടെ തൻവീനിന് ശേഷം റാ വന്നിരിക്കുന്നു. 23 സുക്കൂനുള്ള മീമിന് ശേഷം മീം വന്നാൽ എന്ത് ചെയ്യണം? ഉത്തരം ഇദ്ഗാം ചെയ്യണം. 24 അൻ സ്വലാത്തിഹിം സാഹൂൻ എന്നതിൽ സാക്കിനായ നൂനിൻ്റെ വിധി. ഉത്തരം ഇഖ്ഫാ. അവിടെ സാക്കിനായ നൂനിന് ശേഷം സ്വാദ് വന്നിരിക്കുന്നു. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 25 സാക്കിനായ മീമിൻ്റെ വിധികൾ ഏതെല്ലാം? ഉത്തരം ഇദ്ഗാം, ഇഖ്ഫാ, ഇൽഹാർ എന്നിങ്ങനെ 3 വിധികളുണ്ട്. 26 ഇഖ്ഫാ എന്നാൽ എന്ത്? ഉത്തരം ഇൽഹാർ, ഇദ്ഗാമുൻ ബിഗുന്ന, ഇദ്ഗാമുൻ ബിലാ ഗുന്ന, ഇഖ്ലാബ് എന്നിവയുടെ അക്ഷരങ്ങൾ ഒഴികെ ബാക്കി 15 ഹർഫുകളിൽ ഒന്ന് സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം വന്നാൽ മറച്ച് മണിക്കണം. ഇതാണ് ഇഖ്ഫാ. 27 സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. എപ്പോൾ? ഉത്തരം സാക്കിനായ നൂനും ഇദ്ഗാമുൻ ബിഗുന്നയുടെ അക്ഷരവും ഒരേ കലിമത്തിൽ ചേർന്ന് വന്നാൽ ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. 28 ഖുർആനിൽ ഇൽഹാർ മുത്ലഖ് വന്ന പദങ്ങൾ ഏതെല്ലാം? ഉത്തരം ഖിൻവാനുൻ, സിൻവാനിൻ, ബുൻയാനുൻ, ദുൻയാ. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 29 സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ. അപ്പോൾ നോക്കൂ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ 5 ആണ്.
1 ഇൽഹാർ, 2 ഇദ്ഗാമും ബിഗുന്ന, 3 ഇദ്ഗാമും ബിലാ ഗുന്ന, 4 ഇഖ്ലാബ്, 5 ഇഖ്ഫാ. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.